ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷിംഗ് റീലിൻ്റെ റിവ്യൂ ആയിരിക്കും. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒക്കുമയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സർഫ് റീലാണ്. അപ്പോൾ അതിൻ്റെ പേര് ഒക്കുമ സർഫ് 8K. അപ്പോൾ ഈ റീല് വരുന്നത് നല്ല കിടിലം ഒരു ബോക്സിലാണ്. ഒക്കുമയുടെ നോർമൽ പാക്കേജിങ് ബോക്സ് ആണ്, ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ വിത്ത് വൈറ്റ് റൈറ്റിങ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒക്കുമയുടെ സർഫ് കാസ്റ്റിംഗ് റീൽ. നോക്കി എന്ത് വലിയ റീലാണ്. അപ്പോൾ ഒക്കുമയുടെ തന്നെ ഏറ്റവും വലിയ സർഫ് കാസ്റ്റിംഗ് റീലാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, നമ്മുടെ ഫിഷിംഗ് റീൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിഷിംഗ് റീലാണ് ഈ ഒക്കുമ സർഫ് കാസ്റ്റ് 8K. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ റീല് സൈഡിൽ വെച്ചിട്ട് ബോക്സ് തുറന്ന് നോക്കാം, ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ബോക്സിൽ വരുന്നതെന്ന് വെച്ചാൽ 2 പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൽ നമ്മുടെ അതിൻ്റെ മാനുവലാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ പാർട്സിൻ്റെ സീരിയൽ നമ്പറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൾ വാഷസും അവർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഓർഡർ ചെയ്യണമെന്ന് നമുക്ക് അത് നോക്കി ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കൂടാണ്ട് വേറൊരു പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മുടെ റീലിൻ്റെ വാറണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നൊരു പേപ്പറാണ്. ഞാനിത് ആക്ച്വലി ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ അതിൽ വാറണ്ടിയുടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് നോക്കാം, എന്തായാലും ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു റീലിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് എന്തായാലും തിരിച്ചു വരാം. നമുക്കതിന് മുന്നേ നമ്മുടെ മെയിൻ ഹീറോ ആയ റീലിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ കാണാൻ നല്ല കിടിലം ഒരു റീൽ തന്നെയാണ്. ഒരു അലൂമിനിയം സിൽവർ കോമ്പിനേഷനിലാണ് ഈ റീല് വരുന്നത്. ഒക്കുമയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സർഫ് കാസ്റ്റിംഗ് റീലാണ് ഈ ഒരു റീല്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല വലുപ്പമുള്ള റീലാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും നമ്മുടെ സാൾട്ട് വാട്ടർ ഫിഷിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ സ്പൂള് നോക്കുകയെന്നുണ്ടെങ്കിൽ ലോങ് കാസ്റ്റ് സ്പൂളാണ്. അതായത് നമ്മുടെ മീൻ പിടിക്കാൻ നേരത്ത്, ലൈൻ കാസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ നോർമൽ റീലിൽ നിന്നും ഏതാണ്ട് ഇരട്ടി രീതിയിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് മെയിനായിട്ട് ഈ ഒരു റീൽ യൂസ് ചെയ്യുന്നത് ബെയ്റ്റ് ഫിഷിങ്ങിനാണ്. അതായത് നമ്മുടെ ഷോറിൽ നിന്നിട്ട് വലിയ ബെയ്റ്റ് യൂസ് ചെയ്ത്, അതായത് വലിയ മീൻ, ചാളയോ അയലയോ അങ്ങനെയുള്ള മീനൊക്കെ കൊരുത്തിട്ട് ദൂരേക്ക് എറിഞ്ഞിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റീലാണിത്. അപ്പം നമുക്ക് ഈ ഒരു റീൽ കൊണ്ട് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മീനെന്ന് വെച്ചാൽ ഷാർക്ക്, സ്റ്റിംഗ് റേ അങ്ങനെയുള്ള മീനായിരിക്കും. അപ്പോൾ ഈ ഒരു റീലിൻ്റെ ലുക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല കിടിലം ലുക്സാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഡ്രാഗ് നോബും ഇതിൻ്റെ ബെയിലാമും ഒക്കെ നല്ല രീതിയിലാണ് അവർ നിർമ്മിച്ചേക്കുന്നത്. ഇപ്പോൾ റീലിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബെയിലാമാണ്. അപ്പോൾ ഇതിൻ്റെ ബെയിലാം ഭയങ്കര തിക്കാണ്. ഇത്രയും വലിയൊരു ബെയിലാമുള്ള റീൽ വളരെ അപൂർവമാണ്. ചില പെന്നിൻ്റെ റീലിലൊക്കെ ഉണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ നല്ല വലുപ്പമാണ്, നല്ല ഹാർഡ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാനുവൽ ബെയിലാമാണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്താൽ മാത്രമേ റീൽ വൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റീൽ നല്ല അടിപൊളി സ്മൂത്താണ്. നല്ല സ്മൂത്ത് എന്ന് വെച്ചാൽ നല്ല സ്മൂത്താണ്. അപ്പോൾ ഒക്കുമയുടെ ഈ റീലിൻ്റെ കൂടെ വരുന്ന സ്പൂള് കുറച്ച് ഡീപ്പായിട്ടുള്ള സ്പൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ സ്പൂൾ വാങ്ങാം. അത് കുറച്ചുകൂടെ ഷാലോ സ്പൂളായിരിക്കും. അപ്പോൾ ലൈൻ ഇത്രയും കയറത്തില്ല. ഇത് ഭയങ്കരമായിട്ട് ലൈൻ കൺസ്യൂം ചെയ്യുന്ന ഒരു റീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 300 മീറ്റർ ബ്രേഡ് ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കപ്പായിട്ട് മോണോ ലൈൻ യൂസ് ചെയ്തിട്ട് ബ്രേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 700-800 മീറ്റർ വരെ ഒരു 28-30 mm ബ്രേഡ് ഇതിനകത്ത് കൊള്ളും. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് അവർ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ കരയിൽ നിന്ന് കാസ്റ്റ് ചെയ്ത് നമ്മളെ മീനിന് എത്ര വലുപ്പമുള്ള മീൻ എടുത്താലും ആ മീനെ നമുക്ക് ഓടിച്ച് ക്ഷീണിപ്പിച്ച് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഈ റീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ നോബും നല്ല രീതിയിലാണ് നിർമ്മിച്ചേക്കുന്നത്. നല്ല കംഫർട്ടബിളാണ്, നമ്മുടെ കയ്യിൽ ആ ഒരു പവർ ഫീൽ ചെയ്യും. അത് മാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ 2 സൈഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ റീലിന് ബാക്കിയുള്ള റീലിലോട്ട് വരുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിൽ കുഞ്ഞു 2 ബ്രഷ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഒന്ന് അവർ നോക്കുന്നത് വെച്ചാൽ ലൈൻ നമ്മുടെ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് സ്പൂണിൻ്റെ അടിയിൽ കുരുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയും 2 മണ്ണോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ റീൽസിന് വലുതായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി രീതിയിലാണ് അവർ അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു ഒരു ടൈപ്പ് ബ്രഷാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് രീതിയിലാണ് ആ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തായാലും ഒരു വെറൈറ്റിയാണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് വേറെ റീലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം.
ഇതിൻ്റെ ഡ്രാഗ് സൗണ്ടും അത്യാവശ്യം നല്ല സൗണ്ടാണുള്ളത്. ഒരു വലിയ മീനൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഡ്രാഗും വലിച്ചുകൊണ്ട് പോകുമ്പോൾ നല്ല ഒരു ഫീലായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഇപ്പോൾ ഷോർ ഫിഷിങ്ങിന് നിങ്ങൾ ബെയ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം ലൂവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജിഗോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇട്ടിട്ട്, ജിഗ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, അല്ലാണ്ട് കാസ്റ്റ് ചെയ്തിട്ട് ടോപ്പിലൂടെ നല്ല സ്പീഡിൽ വലിച്ച് കൊണ്ടുവരാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന 1-2 ഫ്രണ്ട്സ് എനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ അൾട്ടിമേറ്റ്ലി ഈ റീൽ ഡിസൈൻ ചെയ്തേക്കുന്നത് സർഫ് കാസ്റ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് ജിഗോ ടോപ്പ് വാട്ടർ പെൻസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീൽ യൂസ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നും വരത്തില്ല. നല്ല രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഇതിൻ്റെ ബെയിലാമും ഇതിൻ്റെ ലൈൻ റോളറും എല്ലാം നല്ല സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റീലിൻ്റെ ഡ്രാഗ് നോബ് ഊരിയിട്ട് നമുക്ക് ഈ സ്പൂളും ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത്. അത് മാത്രമല്ല കുറേ നേരം നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് വരും ഈ ഡ്രാഗ് നോബ് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷനായിട്ട് വാട്ടർ സീലിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്താണ് ഈ ഒരു റീല് അവർ കൊണ്ടുവരുന്നത്. ബിക്കോസ് ഇത് ഒരു സോൾട്ട് വാട്ടർ സർഫ് ഫീൽഡ് തന്നെയല്ലേ, അപ്പം വെള്ളമൊന്നും വലുതായിട്ട് കയറത്തില്ല. ആ രീതിയിൽ തന്നെയാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. സ്പൂൾ നല്ല ഷൈനിയാണ്, നല്ലൊരു അലൂമിനിയം സ്റ്റീൽ ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ താഴെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി സീൽഡ് രീതിയിലാണ് ഈ റീല് സ്പൂളുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. നല്ല ബട്ടറി സ്മൂത്താണ് ഈ ഒരു സൈസുള്ള റീൽ. അതുമല്ല ഈ ഒരു പ്രൈസിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. നമ്മുടെ നാട്ടിൽ ഈ റീൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ സർഫ് കാസ്റ്റിങ്ങിന്, സ്റ്റിംഗ് റേ ഫിഷിംഗ്, സ്റ്റാർക്ക് ഫിഷിംഗ് പറ്റിയ ഒരു അടിപൊളി റീൽ തന്നെയായിരിക്കും ഈ ഒരു റീല്. ഇതിൻ്റെ ഡ്രാഗ് ക്ലിക്കറൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും വലിയ റീലിൻ്റെ ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര ലൈൻ കപ്പാസിറ്റിയാണ്. ഇത് കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെന്തായാലും 700-800 മീറ്റർ ബ്ലേഡൊന്നും ഇതിനകത്തോട്ട് കയറ്റാൻ പോകുന്നില്ല. അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാം. അപ്പം ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തേക്കുന്നത് ഈ റീലിൽ ഒരു 300 മീറ്റർ മോണോ ലൈൻ ബാക്കപ്പ് ചെയ്തിട്ട് 300 മീറ്റർ ബ്ലേഡ് യൂസ് ചെയ്യാനാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുറേ ലൈൻ ഈ റീൽ കൺസ്യൂം ചെയ്യും. അത് മാത്രമല്ല അത്രയും വലിയ മീനൊക്കെ ടാർഗറ്റ് ചെയ്യുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും റീല് ഒരു രക്ഷയില്ല, നല്ല സ്മൂത്ത് കിടിലം ഒരു റീൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റീലിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ അതിന് വേറെ എങ്ങും പോകണ്ട, ഈ റീലിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ വരുന്നത് ഇതിൻ്റെ ബെയറിങ്സ് 5+1 ആണ്. ഗിയർ റേഷ്യോ 4:7:1 ആണ്. ഓരോ ക്രാങ്കിലും 108 സെൻറ്റിമീറ്റർ ലൈൻ കെയറും. ഇതിൻ്റെ വെയ്റ്റ് 761 ഗ്രാമാണ്. ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി 18 kg ആണ്. പിന്നെ അതിൻ്റെ ലൈൻ കപ്പാസിറ്റിയും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീലിൻ്റെ പ്രൈസ് വരുന്നത് കാനഡയിൽ നാട്ടിലെ 12,000 റുപ്പീസാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും, ടാക്സേഷൻ പോലെയൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു എമൗണ്ടിന് ഈ റീല് വർത്ത് തന്നെയാണ്. അത്രയും ഫീച്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. 18 kg ഡ്രാഗ്, ഇത്രയും ലൈൻ കപ്പാസിറ്റി, നല്ല കിടിലം വാട്ടർ പ്രൂഫ് ബോഡി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ, നല്ല വെൽ ബിൽറ്റ് റീൽ. അപ്പോൾ നിങ്ങൾ ഈ റീൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു റീൽ തന്നെയാണ്. ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ അവർ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.